1848 ഫോക്സ് സിസ്റ്റേഴ്സ് എന്ന് വിളിക്കുന്ന സഹോദരിമാർ ന്യൂയോർക്ക് നഗരത്തിലെ എമ്പാടും പ്രേതാത്മാക്കളുമായിട്ട് സംസാരിക്കുന്ന ഒരു ടോക്കിംഗ് ഷോ നടത്തി. ആയിരക്കണക്കിന് ആളുകളെയാണ് അവരന്ന് ഞെട്ടിച്ചത്. സ്റ്റേജിൽ വെച്ച് അവർ പരസ്യമായിട്ട് പ്രേതങ്ങളുമായിട്ട് സംസാരിച്ചു. അവർ ഈ ഷോയുമായിട്ട് യാത്ര ചെയ്ത സ്ഥലങ്ങളിലെല്ലാം ആളുകൾ ഞെട്ടി വിറച്ചു എന്ന് പറഞ്ഞാൽ അതിൽ അതിശയിക്കുവാനില്ല. പിൽക്കാലത്ത് അവരുടെ ഈ ഷോ വ്യാജമാണെന്നും വലിയൊരു തട്ടിപ്പാണെന്നും ആരോപണം ഉയർന്നുവെങ്കിലും ഫോക്സ് സിസ്റ്റേഴ്സ് അക്കാലത്ത് ഉയർത്തിയ വിവാദങ്ങൾ ചില്ലറയൊന്നുമല്ലായിരുന്നു. വടക്കേ അമേരിക്കയിൽ മാത്രമല്ല, ലോകം എമ്പാടുമുള്ള ആത്മീയവാദികൾക്കിടയിലും സൈക്കിക്കുകൾക്കിടയിലും ഇവർ ചെലുത്തിയ സ്വാധീനം വളരെ വലുതാണ്. ഞാനിന്ന് പറയുന്നത് ഫോക്സ് സിസ്റ്റേഴ്സിനെ കുറിച്ചല്ല. നിങ്ങൾ ജസ്റ്റ് നെറ്റിൽ നോക്കിയാൽ അവരെക്കുറിച്ചൊരു ധാരണ കിട്ടും. അല്ലെങ്കിൽ മറ്റൊരവസരത്തിൽ ആ കഥ ഞാൻ പറയും. US ഭരണഘടന നിലവിൽ വന്ന 12 വർഷത്തിന് ശേഷമാണ് ഫോക്സ് സിസ്റ്റേഴ്സിന്റെ പേരുകൾ പത്രങ്ങളിൽ ഹെഡ്ലൈനുകളായിട്ട് വന്നത്. എന്നാൽ അതിനും നൂറ്റാണ്ട് മുൻപ് അമേരിക്കയിലെ മെയിനിലെ ഒരു ചെറിയ തീരദേശ പ്രദേശത്ത് താമസിക്കുന്ന വലിയൊരു കൂട്ടം ജനങ്ങൾ ഇതിലും ഞെട്ടിക്കുന്ന വലിയൊരു പ്രേതബാധ നേരിൽ കാണുകയുണ്ടായി. ഈ കഥയ്ക്ക് മറ്റൊരു ചരിത്രപരമായിട്ടുള്ള പ്രത്യേകതയുണ്ട്. വടക്കേ അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്ത ആദ്യത്തെ ഹോണ്ടഡ് കേസുകളിൽ ഒന്നാണിത്. നിരവധി ഡോക്യുമെന്റുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നും നിലവിലുണ്ട്. അതുപോലെ ഈ സംഭവം ഒരു തട്ടിപ്പാണെന്നും അല്ല വിച്ച് ക്രാഫ്റ്റ് ആണെന്നും അതുമല്ല വിശദീകരിക്കുവാൻ കഴിയാത്തൊരു യഥാർത്ഥ പ്രേതബാധയാണെന്നും തുടങ്ങി നിരവധി അഭിപ്രായങ്ങളുണ്ട്. അതെ, അക്കാലത്ത് സള്ളിവൻ എന്ന സ്ഥലത്തുള്ള ബ്ലേഡ്സൽ എന്ന ഒരാളുടെ ഫാം ഹൗസിലെത്തിയ നിരവധി ആളുകൾ നെല്ലി ബട്ട്ലർ എന്നു പേരുള്ള ഒരു സ്ത്രീയുടെ പ്രേതത്തെ നേരിൽ കണ്ട് സംസാരിച്ചു. ഞാൻ പറഞ്ഞതിൻ്റെ സീരിയസ്നെസ് നിങ്ങൾക്ക് അത്ര കണ്ട് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. സ്വന്തം കണ്ണുകൾ കൊണ്ട് വലിയൊരു കൂട്ടം ആളുകൾ പ്രേതത്തെ നേരിൽ കാണുകയും അതിനോട് സംസാരിക്കുകയും ചെയ്തുവെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതുപോലെ എക്സോസിസവുമായിട്ട് ബന്ധപ്പെട്ടും ഗോസ്റ്റ് റിലേറ്റഡ് ആയും നിരവധി കഥകൾ ഈ ചാനലിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അത്തരം കഥകൾ തിരഞ്ഞു പിടിച്ചൊരു കാലത്ത് വായിച്ചിട്ടുമുണ്ട്. ഒരു പ്ലേലിസ്റ്റും അതിനുവേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നു. ഇത്തരം കഥകൾ ഇഷ്ടമുള്ളവർ മറക്കാതെ അത് നോക്കുക. തുടക്കത്തിലേ പറയട്ടെ, മറ്റുള്ള പ്രേതകഥ പോലെയല്ല ഇത്. ഒന്നാമതായിട്ട് ഇങ്ങനെയൊരു ഗോസ്റ്റ് സ്റ്റോറി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നമ്മൾ ഇന്നുവരെ കണ്ട പാറ്റേണുകളിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് ഈ കഥ. ആരും പേടിക്കണ്ട, ഇതൊരു യഥാർത്ഥ പ്രേതകഥയാണ്. അതുകൊണ്ട് പേടിയുള്ളവർ ഉറപ്പായിട്ടും കാണണം. വിറയ്ക്കുന്ന വിരലുകൾ കൊണ്ട് ലൈക്കും കമൻറ്റും ഹൈപ്പും സബ്സ്ക്രൈബും ചെയ്യണം. വരൂ, ഇന്ന് നമുക്കൊരു പ്രേതത്തെ പിടിച്ചിട്ട് വരാം. അതിനു മുൻപായിട്ട് ഡാർക്ക് ഹിസ്റ്ററീസ് പരമ്പരയിലെ 40ാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമേരിക്കയിലെ ഹാൻകോക്ക് കൗണ്ടിയിലെ ടോണ്ടൻ ബേയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന മേനെ എന്ന പ്രദേശത്തുള്ള ചെറിയൊരു പട്ടണമാണ് ഫ്രാങ്ക്ലിൻ. അമേരിക്കയുടെ കിഴക്കൻ കടൽത്തീരത്തിൻ്റെ അതിർത്തി പ്രദേശം. അക്കാലത്ത് കുടിയേറ്റക്കാരുടെ ഒരു കേന്ദ്രമായിരുന്നു ഇത്. 1764 ഈ പ്രദേശം ഒരു ജനവാസ മേഖലയായിട്ട് മാറിയത്. മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് വളരെ ദുർഘടമായിട്ടുള്ള ഭൂപ്രകൃതിയായിരുന്നു അന്നിവിടെ. അവിടെയുള്ള പരുക്കൻ പാറകൾ നിറഞ്ഞ കടുപ്പമുള്ള മണ്ണിൽ കൃഷി ചെയ്യുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. നട്ടലൊടിയുന്ന രീതിയിൽ പണിയെടുത്താൽ മാത്രമാണ് പേരിന് എന്തെങ്കിലും വിളയൂ. കൃഷി ചെയ്യുവാനായിട്ട് കഴിയില്ല എങ്കിലും ഈ പ്രദേശത്ത് ഇടതൂർന്ന വനങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മരങ്ങൾ വെട്ടിയെടുത്ത് അത് അറുത്തു മാറ്റുവാനായിട്ട് ഏതാനും സോമില്ലുകളും അവിടെ പ്രവർത്തിച്ചിരുന്നു. കെട്ടിടങ്ങൾക്കും കപ്പലുകൾക്കും അതുപോലെ റെയിൽ റോഡ് സ്ലീപ്പേഴ്സിനും വേണ്ട തടി ഉരുപ്പടികളാണ് ഈ മില്ലുകൾ ഉൽപ്പാദിപ്പിച്ചത്. കൊളോണിയൽ കാലഘട്ടത്തിൽ പൊതുവെ കപ്പലുകളിൽ ഉപയോഗിക്കുന്ന പായ്മരത്തണ്ടുകൾ വ്യാപകമായിട്ട് നിർമ്മിച്ചു നൽകിയതും ഇവിടെ നിന്നുമാണ്. അക്കാലത്ത് ബ്രിട്ടീഷ് നാവികസേനയുമായി ഇവിടെയുള്ള മില്ലുടമകൾക്ക് വലിയൊരു വ്യാപാര കരാറുണ്ടായിരുന്നു. നല്ല ഉയരമുള്ള പൈൻമരങ്ങൾ ഇവിടെ ഉള്ളതുകൊണ്ട് ഈ വ്യാപാരം വലിയ പുരോഗതി പ്രാപിച്ചു. പക്ഷേ താമസിയാതെ ആ നല്ല കാലം അവസാനിച്ചു. അവിടെയുള്ള രാഷ്ട്രീയക്കാർ ബ്രിട്ടീഷുകാർക്ക് മാത്രം വ്യാപാരം ചെയ്യുന്നതിനെ എതിർത്തു. ജനങ്ങൾ പല ചേരികളായി. അഭിപ്രായ വ്യത്യാസങ്ങളും സംഘർഷങ്ങളും പതിവായി. ബ്രിട്ടീഷ് കുത്തകവൽക്കരണത്തെ അവർ എതിർത്തു. ഒടുവിൽ അത് വലിയൊരു വിപ്ലവത്തിന് വഴിവെച്ചു. ഈ വിപ്ലവത്തെ തുടർന്ന് മേനയിലെ മറ്റു പ്രദേശങ്ങൾ പോലെ ഫ്രാങ്ക്ലിനിലേക്കും തൊഴിലില്ലായ്മ കടന്നു വന്നു. ജനങ്ങൾ ആശങ്കയിലായി. കർഷകർ വരുവാൻ പോകുന്ന ശൈത്യകാലത്തെ ഭയത്തോടെ നോക്കി. അവർക്ക് മുൻപിൽ പട്ടിണിയുടെ കാലമാണ് ഇനി വരുന്നത്. നിസാര വിലയ്ക്ക് അക്കാലത്ത് അവിടെ ഭൂമി വാങ്ങുവാനായിട്ട് കിട്ടുമായിരുന്നു. പക്ഷെ ആർക്കും അതിനോട് താല്പര്യമില്ല. പരുക്കൻ പ്രദേശങ്ങൾ, വന്യമൃഗശല്യം, ഫലഭൂയിഷ്ടമല്ലാത്ത മണ്ണ്, കഠിനമായിട്ടുള്ള മഞ്ഞ്, കീടബാധകൾ, കഠിനമായിട്ടുള്ള വരൾച്ച, അങ്ങനെ തുടങ്ങി നിരവധി കാരണങ്ങളും അതിന് പിന്നിലുണ്ടായിരുന്നു. അതേ സമയത്ത് അവിടെയുള്ള നിരാശരായ ജനങ്ങളുടെ അടുക്കിലേക്ക് നിരവധി നവോത്ഥാന പ്രസ്ഥാനങ്ങളും ഇവാഞ്ചലിക്കൽ പ്രാസംഗികരും കടന്നു വന്നു. മതം ക്രമേണ മേൽക്കോയ്മ നേടി. ഇവാഞ്ചലിക്കൽ വിശ്വാസികൾ, ക്വൈക്കർമാർ, മെത്തഡിസ്റ്റുകൾ, അങ്ങനെ തുടങ്ങി നിരവധി സഭകളാണ് അവിടേക്ക് ആദ്യമായിട്ട് വന്നത്. ക്വൈക്കർമാർ എന്ന് വിളിക്കുന്നത് ഒരു ക്രിസ്ത്യൻ സമൂഹത്തിനെയാണ്. ഇവരുടെ ചരിത്രം നോക്കിയപ്പോൾ ഒരു കാര്യം ഞാൻ വായിച്ചിരുന്നു. അല്പം വിചിത്രമായിട്ട് എനിക്കത് തോന്നി. ഇവർ പ്രാർത്ഥിക്കുമ്പോൾ ഭൂമി കുലുക്കം പോലൊരു എഫക്റ്റ് ആ പരിസരത്തുണ്ടാവും. അതുകൊണ്ടാണ് ഇവർക്ക് ആ പേര് വീണത്.
എന്തായാലും 19-ാം നൂറ്റാണ്ടിൽ ഈ പ്രദേശത്ത് വലിയൊരു ആത്മീയ പ്രവാഹമാണ് ഉണ്ടായത്. വളരെ സങ്കീർണമായിട്ടുള്ള ഈ കാലഘട്ടത്തിലാണ് അമേരിക്കയെ ഞെട്ടിച്ച നെല്ലി ബട്ട്ലറുടെ പ്രേതകഥയും ആരംഭിച്ചത്. 18-ാം നൂറ്റാണ്ടിന്റെ അവസാന പകുതിയിലാണ് ഡേവിഡ് ഹൂപ്പറും ജോവാനയും വിവാഹിതരായത്. വിവാഹശേഷം ഈ ദമ്പതികൾ മെയിനിലെ ഈസ്റ്റ് ഫ്രാങ്ക്ലിനിൽ താമസം തുടങ്ങി. ഡേവിഡ് ഹൂപ്പർ അമേരിക്കൻ വിപ്ലവത്തിൽ യുദ്ധം ചെയ്ത പോരാളിയായിരുന്നു. 1775 മുതൽ 1784 വരെയുള്ള ജീവിതത്തിനിടയിൽ, അതായത് 9 വർഷത്തിനിടെ 9 കുട്ടികൾ അവർക്ക് ജനിച്ചു. ഈ കുട്ടികളിൽ രണ്ടാമത്തെ ആളാണ് 1776 ഏപ്രിൽ 25 ജനിച്ച എലനോർ എന്ന പെൺകുട്ടി. അവളാണ് നമ്മുടെ കഥയിലെ നായിക. എലനോറിന് മറ്റൊരു പേര് കൂടി ഉണ്ടായിരുന്നു, നെല്ലി. 19-ാം വയസ്സിൽ നെല്ലി ഒരു ചരക്ക് കപ്പലിന്റെ ക്യാപ്റ്റനായ ജോർജ് ബട്ട്ലറെ കണ്ടുമുട്ടി. ഇരുവരും പ്രണയത്തിലായി. ഫ്രാങ്ക്ലിനിലെ ആദ്യത്തെ ഇംഗ്ലീഷ് കുടിയേറ്റക്കാരിൽ ഒരാളായിരുന്നു ജോർജിന്റെ പിതാവായ മോസസ് ബട്ട്ലർ. അദ്ദേഹവും അമേരിക്കൻ വിപ്ലവത്തിൽ പോരാടിയ പോരാളിയായിരുന്നു. ഇവർക്ക് സ്വന്തമായിട്ടൊരു സോമില്ലുണ്ട്. പൊതുവായിട്ട് നോക്കിയാൽ നല്ല രീതിയിൽ കഴിഞ്ഞു വരുന്ന സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കുടുംബം. വൈകാതെ നെല്ലിയും ജോർജ് ബട്ട്ലറും വിവാഹം കഴിച്ചു. ഒരുമിച്ച് താമസവും തുടങ്ങി. അങ്ങനെ നെല്ലി ഹൂപ്പർ നെല്ലി ബട്ട്ലറായി. 2 വർഷത്തിന് ശേഷം നെല്ലി ഗർഭിണിയായി. പക്ഷേ വളരെ സങ്കീർണമായിരുന്നു അവളുടെ ഗർഭാവസ്ഥ. പ്രസവത്തിന് തൊട്ടു പിന്നാലെ 1797 ജൂൺ 13 അവരുടെ നവജാത ശിശു മരിച്ചു. കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞ് നെല്ലിയും തന്റെ കുഞ്ഞിന്റെ പിന്നാലെ യാത്രയായി. ജോർജ് ബട്ട്ലർ പേരടയാളപ്പെടുത്താത്ത ഒരു കല്ലറയിൽ അവളെ അടക്കം ചെയ്തു. അങ്ങനെ വിഭാര്യനായിട്ട് അയാൾ കുറച്ച് വർഷങ്ങൾ ജീവിച്ചു. വൈകാതെ 1799 ശീതകാലം മേനയ്ക്ക് മുകളിൽ ആഞ്ഞു വീശി. ഇരുണ്ടതും തണുത്തതുമായിട്ടുള്ള രാത്രികൾ മാത്രമല്ല അത് കൊണ്ടുവന്നത്, ജോർജിന്റെ ജീവിതത്തെ തലകീഴായിട്ട് മറിക്കുന്ന സംഭവങ്ങളുടെ ഒരു പരമ്പര കൂടിയായിരുന്നു. അതേ ഗ്രാമത്തിൽ താമസിക്കുന്ന മറ്റൊരാളായിരുന്നു അമേരിക്കൻ വിപ്ലവത്തിൽ പങ്കെടുത്ത അബ്നർ ബ്ലേസ്ഡൽ. അബ്നർ നല്ല പ്രായമുള്ള ആളാണ്. അയാളുടെ ആദ്യ ഭാര്യയുടെ പേര് മേരി കാർഡിൻ എന്നാണ്. ആ ദാമ്പത്യം അധികകാലം നീണ്ടുപോയില്ല. മേരി കാർഡിൻ രോഗം ബാധിച്ച് മരിച്ചു. അതിനുശേഷം അബ്നർ മേരി സിംസൺ എന്ന സ്ത്രീയെ വിവാഹം ചെയ്തു. ഈ ദമ്പതികൾ മെയിനിലെ സള്ളിവണിലാണ് താമസിച്ചത്. അക്കാലത്ത് വെറും 20 കുടുംബങ്ങൾ മാത്രമുള്ള ഒരു ചെറിയ ഗ്രാമമാണ് സള്ളിവൻ. ഈ സ്ഥലവും കപ്പൽ നിർമ്മാണത്തിന് വേണ്ട തടികളും മറ്റും വിൽക്കുന്നതിൽ പേരുകേട്ട സ്ഥലമാണ്. അതുകൊണ്ട് സാമ്പത്തികമായിട്ട് നല്ല അഭിവൃദ്ധി പ്രാപിച്ചിരുന്നു. നിരവധി മില്ലുകളും ഇവിടെയുണ്ട്. പ്രദേശത്ത് ഉടനീളം ഒഴുകുന്ന അരുവികളിലെ ജലം ഉപയോഗിച്ചാണ് ഈ മില്ലുകൾ പ്രവർത്തിച്ചിരുന്നത്. ഇത്തരം മില്ലുകളെ വാട്ടർ മില്ലുകൾ എന്ന് പറയും. അബ്നറിനും മേരിക്കും 5 ആൺകുട്ടികളും 2 പെൺകുട്ടികളും ഉണ്ടായിരുന്നു. അവരുടെ ആദ്യത്തെ കുട്ടിയുടെ പേര് ഹന്ന എന്നാണ്. രണ്ടാമത്തെ കുട്ടിയുടെ പേര് ലിഡിയ. പട്ടണത്തിന്റെ വടക്ക് ഭാഗത്തായിട്ട് 100 ഏക്കർ വരുന്നൊരു വലിയ ഫാമിലാണ് ഇവരുടെ വീടുള്ളത്. ലിഡിയായും ഹന്നയും അവരുടെ വീട്ടിൽ എല്ലാ ദിവസവും കുമിഞ്ഞു കൂടുന്ന കമ്പിളി രോമങ്ങൾ തരംതിരിച്ചെടുക്കുന്ന ജോലി ചെയ്താണ് ദിവസങ്ങൾ ചെലവഴിച്ചത്. അവരുടെ മറ്റൊരു പ്രധാന വരുമാന മാർഗവുമായിരുന്നു അത്. അബ്നർ വളരെ യാഥാസ്ഥിതികനായ ഒരു ദൈവവിശ്വാസിയാണ്. എല്ലാ ദിവസവും കുടുംബാംഗങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ച് ശാന്തമായിട്ട് ജീവിതം നയിക്കുന്നവർ. 1799 കഠിനവും ഇരുണ്ടതുമായിട്ടുള്ള ശൈത്യകാലം സള്ളിവന്റെ മേൽ പതിച്ചു. അപ്പോൾ ഏകദേശം 15 വയസ്സുള്ള ലിഡിയ ബ്ലേസ്ഡലിനെ ഒരു രോഗം പിടികൂടി. അവൾ രോഗബാധിതയായി. അവളുടെ രോഗപ്രതിരോധശേഷി ക്ഷയിക്കുകയും ജീവൻ പോകുന്ന അവസ്ഥയിലുമായി. ഈ സമയത്താണ് അസാധാരണമായ ഒരു കാര്യം അവരുടെ വീട്ടിലുണ്ടായത്. ഒരു ദിവസം വീട്ടിലെ നിലവറയിൽ നിന്നും ലിഡിയ എന്തോ ശക്തമായിട്ട് മുട്ടുന്ന ശബ്ദം കേട്ടു. അവർ നിലവറയിൽ നടത്തിയ തെരച്ചിലിൽ ശബ്ദത്തിന്റെ ഉറവിടമൊന്നും കണ്ടെത്തിയില്ല. അതുകൊണ്ട് ഇതിനു പിന്നിൽ അമാനുഷികമായിട്ടുള്ള എന്തോ ഒരു കാരണമുണ്ടെന്ന് അവർക്ക് തോന്നി. അബ്നർ വേഗം തന്റെ കുടുംബത്തോടൊപ്പം ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ആ ശബ്ദം വരുന്നത് ദൈവത്തിൽ നിന്നുമാണോ അതോ ചെകുത്താനിൽ നിന്നുമാണോ? അതായിരുന്നു അവർക്ക് അറിയേണ്ടത്. ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ നിലവറയിൽ നിന്നും ഒരു സ്ത്രീയുടെ ശബ്ദവും അവർ കേട്ടു. അവർ നിലവറ അരിച്ചു പെറുക്കി പരിശോധിച്ചെങ്കിലും ആരും അവിടെയുള്ളതായിട്ട് കണ്ടില്ല. പിന്നീട് വന്ന പുതുവർഷത്തിൽ ഈ സംഭവ വികാസങ്ങൾ ഒരു പടി കൂടി പുരോഗമിച്ചു. ഇത്തവണ അവരുടെ നിലവറയിലൂടെ വെളുത്ത വസ്ത്രം ധരിച്ച ഒരു സ്ത്രീയുടെ പ്രേതരൂപം സഞ്ചരിക്കുന്നതാണ് അവർ കണ്ടത്. ക്രമേണ ആ രൂപം അവരുമായിട്ട് സംസാരിക്കുന്ന സ്ഥിതിയിലേക്ക് വരെ കാര്യങ്ങളെത്തി. നിലവറയിൽ പ്രത്യക്ഷപ്പെട്ട ഈ പ്രേതം അവരോട് തന്റെ പേര് നെല്ലി ബട്ട്ലർ എന്നാണെന്ന് പറഞ്ഞു. നമ്മൾ മുൻപ് കണ്ട ഡേവിഡ് ഹൂപ്പർ ജോവാന ദമ്പതികളുടെ മകളും ജോർജ് ബട്ട്ലറുടെ ഭാര്യയും പ്രസവത്തിനിടയിൽ മരണപ്പെട്ടവളുമായ അതേ നെല്ലി ബട്ട്ലർ. തുടക്കത്തിൽ ഈ പ്രേതം ബ്ലേസ്ഡൽ കുടുംബത്തിൽ മാത്രമാണ് പ്രത്യക്ഷപ്പെട്ടത്. എന്നാൽ ഇതുപോലെയുള്ള വാർത്തകൾ ഒരു ചെറിയ പട്ടണത്തിൽ വളരെ വേഗത്തിലായിരിക്കും പടരുക. വൈകാതെ അവിടെയുള്ള എല്ലാവരും ഈ കാര്യം അറിഞ്ഞു. അതായിരുന്നു പ്രേതത്തിന്റെയും ആവശ്യം. കാരണം നെല്ലിയുടെ പ്രേതത്തിന് ചില പദ്ധതികൾ ഉണ്ടായിരുന്നു. അതിന് ബ്ലേസ്ഡൽ കുടുംബത്തിന്റെ മാത്രമല്ല നാട്ടിലുള്ള എല്ലാവരുടെയും വിശ്വാസവും അതുപോലെ അംഗീകാരവും വേണമായിരുന്നു. ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. നെല്ലി ബട്ട്ലറുടെ പ്രേതം ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നതിനും 2 വർഷം മുൻപ് ലിഡിയ ബ്ലേസ്ഡലും നെല്ലിയുടെ മുൻ ഭർത്താവായ ജോർജ് ബട്ട്ലറും കണ്ടുമുട്ടിയിരുന്നു. വൈകാതെ അതൊരു പ്രണയമായിട്ട് മാറി. 29 വയസ്സുള്ള ഒരാൾ
15 വയസ്സുള്ള തന്റെ മകളുമായിട്ട് അടുപ്പം കാണിക്കുന്നതിൽ അബ്നർ ബ്ലേസ്ഡെലിന് വലിയ എതിർപ്പുണ്ടായിരുന്നു. ചരിത്രം നോക്കിയാൽ സ്ത്രീകൾ ഇതിനേക്കാളും വളരെ ചെറുപ്പത്തിൽ വിവാഹം കഴിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാലും 1700-കളുടെ അവസാനത്തിൽ അമേരിക്കയിൽ കാര്യങ്ങൾ അങ്ങനെ ആയിരുന്നില്ല. 15 വയസ്സ് പ്രായം എന്നത് വളരെ ചെറുപ്പമായിട്ട് കണക്കാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇവരുടെ ബന്ധം വലിയ എതിർപ്പുകൾ നേരിട്ടു. ഡിസംബർ മാസത്തിന്റെ അവസാനം തങ്ങളോട് സംസാരിക്കുന്ന അശരീരി പോലെയുള്ള ആ ശബ്ദത്തിൽ ഒരു വലിയ മാറ്റമുണ്ടായെന്ന് അബ്നറിന് മനസ്സിലായി. പ്രേതം അവരോട് ഇങ്ങനെ പറഞ്ഞു, താൻ അവരുടെ ബന്ധം ക്ഷമിച്ചിരിക്കുന്നു. പക്ഷെ ഇങ്ങനെ പോയാൽ പോരാ, തന്റെ ഭർത്താവും ലിഡിയായും വിവാഹം കഴിക്കണം. അവരുടെ വിവാഹം നടത്തി കൊടുക്കേണ്ടത് തന്റെ കടമയാണെന്ന് ആ പ്രേതം അവരോട് പറഞ്ഞു. ബൈബിളിലെ ഒരു വാക്യം പറഞ്ഞുകൊണ്ടാണ് നെല്ലിയുടെ പ്രേതം ഈ കാര്യം പറഞ്ഞത്. തന്മൂലം പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല, ഒറ്റ ശരീരമായിരിക്കും. ആകയാൽ ദൈവം യോജിപ്പിച്ചത് ആരും വേർപെടുത്താതിരിക്കട്ടെ. നമ്മൾ ഇത്രയും കാലം കണ്ടതും കേട്ടതുമായിട്ടുള്ള സിനിമകളിലും അതുപോലെ കഥകളിലും എക്സോസിസ്റ്റിലും ബൈബിൾ വചനങ്ങൾ പറഞ്ഞ് പ്രേതത്തെ ഓടിക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ ഈ കഥ അതിന് നേരെ വിപരീതമാണ്. നെല്ലിയുടെ പ്രേതം ബൈബിൾ വചനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് പ്രത്യക്ഷപ്പെടാറ്. അതുകൊണ്ടാണ് ഈ കഥയ്ക്കൊരു പ്രത്യേകതയുണ്ടെന്ന് തുടക്കത്തിലെ നിങ്ങളോട് പറഞ്ഞതും ഡാർക്ക് ഹിസ്റ്ററീസിൽ ഉൾപ്പെടുത്തിയതും. എന്തായാലും കടുത്ത മതവിശ്വാസിയായ അബ്നർ പ്രേതത്തിന്റെ ആവശ്യം അനുസരിക്കുവാനാണ് തീരുമാനിച്ചത്. അങ്ങനെയാണ് ആ വർഷം ജനുവരി 1 നെല്ലിയുടെ പ്രേതം അയാളോട് ഈ വിവാഹക്കാരൻ ജോർജിന്റെ പിതാവായ മോസസ് ബള്ളറെ അറിയിക്കണമെന്നും അയാളെ നേരിൽ പോയിട്ട് കണ്ട് കാര്യങ്ങൾ പറയണമെന്നും ആവശ്യപ്പെട്ടത്. ബൈബിളിലെ മറ്റൊരു വാക്യത്തിനൊപ്പമായിരുന്നു ഈ സന്ദേശം അത് കൈമാറിയത്. ആകയാൽ പുരുഷൻ തന്റെ മാതാപിതാക്കളെ വേർപിരിഞ്ഞ് ഭാര്യയുമായിട്ട് ഒന്നാവും, ഇരുവരും ഒരു ശരീരമാവും. അതുകൊണ്ട് അവരിപ്പോൾ രണ്ടല്ല, ഒന്നാണ്. ദൈവം ഒരുമിച്ച് ചേർത്തത് മനുഷ്യൻ വേർപിരിക്കരുത്. അതിന് പ്രകാരം ലിഡിയായും അബ്നറും അതിഭയങ്കരമായിട്ടുള്ള മഞ്ഞുവീഴ്ചയെ അവഗണിച്ചുകൊണ്ട് തണുത്തുറഞ്ഞ ടോണ്ടൻ നദിയിലെ ഐസ്പാളികളും മറികടന്ന് ഫ്രാങ്ക്ലിനിലേക്ക് സന്ദേശവുമായിട്ട് പുറപ്പെട്ടു. ഈ യാത്രയിൽ ലിഡിയ വലിയ അസ്വസ്ഥത കാണിച്ചു. കാരണം പ്രേതം ആവശ്യപ്പെട്ട ഈ വിവാഹത്തോട് അവൾക്കിപ്പോൾ വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. ദുർഘടമായിട്ടുള്ള ഈ യാത്രക്കിടയിൽ നെല്ലിയുടെ പ്രേതം അവർക്ക് മുൻപിൽ ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെട്ടിരുന്നു. നിരാശരാകാതെ യാത്ര തുടരുവാനായിട്ട് അവർക്ക് അവൾ പ്രോത്സാഹനവും കൊടുത്തു. ഒടുവിൽ അവർ ജോർജിന്റെ പിതാവായ മോസസ് ബള്ളറുടെ വീട്ടിലെത്തുകയാണ്. എന്നിട്ട് ഇതുവരെ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. എന്നാൽ മോസസ് വളരെ ശക്തമായിട്ട് ആ ബന്ധത്തെ എതിർത്തു. നിങ്ങളുടെ മരുമകളുടെ പ്രേതം ആവശ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഈ കഠിനമായിട്ടുള്ള കാലാവസ്ഥയിൽ ജീവൻ പണയപ്പെടുത്തി ഞങ്ങൾ ഈ സന്ദേശവുമായിട്ട് വന്നത് എന്ന് അബ്നർ അയാളോട് വീണ്ടും വീണ്ടും പറഞ്ഞു. മാത്രവുമല്ല, ഈ യാത്രക്കിടയിൽ നെല്ലിയുടെ ആത്മാവ് അവരോടൊപ്പം ഉണ്ടായിരുന്നുവെന്നും മോസസിന് പ്രേതത്തിൽ വിശ്വാസമില്ലെങ്കിൽ ഒരു തെളിവ് തരുവാനായിട്ട് പ്രേതം തയ്യാറാണെന്നും അയാൾ പറഞ്ഞു. പക്ഷേ ഈ വാദങ്ങളൊന്നും മോസസ് ബള്ളറുടെ കാഴ്ചപ്പാടിൽ മാറ്റമൊന്നും വരുത്തിയില്ല. ലിഡിയായും അബ്നറും തിരികെ മടങ്ങി. പക്ഷെ അവർ പോയതിനു ശേഷം മോസസിന്റെ മനസ്സിൽ മറ്റൊരു ചിന്തയുണ്ടായി. ഇതുപോലെ വളരെ മോശം കാലാവസ്ഥയിൽ ജീവൻ പണയപ്പെടുത്തി അബ്നർ എന്തിനായിരിക്കും തന്റെ വീട്ടിൽ വന്നത്? അതും അയാൾക്കും തനിക്കും യാതൊരു താല്പര്യവുമില്ലാത്ത വിവാഹ ആലോചനയുമായിട്ട്. ചിലപ്പോൾ നെല്ലിയുടെ പ്രേതം അതൊരു സത്യമായിരിക്കുമോ? എന്തായാലും അതൊന്ന് അന്വേഷിച്ചറിയണമെന്ന് അയാൾ തീരുമാനിച്ചു. ലിഡിയായും അബ്നറും വീട്ടിലെത്തിയതിന്റെ തൊട്ടു പിന്നാലെ നിലവറയിൽ നിന്നും വീണ്ടും മുട്ടൽ ശബ്ദം കേട്ടു. ഇത്തവണ അവരോട് പ്രേതം ആവശ്യപ്പെട്ടത് മറ്റൊരു കാര്യമാണ്. തന്റെ പിതാവായ ഡേവിഡ് ഹൂപ്പറിനോട് പോയിട്ട് താൻ ഇവിടെ ഉണ്ടെന്നും തന്നെ നേരിൽ കാണുവാനായിട്ട് ഇവിടേക്ക് വരണമെന്നും പറയണം. പിറ്റേന്ന് രാവിലെ ജനുവരി 2 ലിഡിയായും അബ്നർ ബ്ലേസ്ഡലും കഠിനമായിട്ടുള്ള കാലാവസ്ഥയെ അവഗണിച്ച് നെല്ലിയുടെ പിതാവായ ഡേവിഡ് ഹൂപ്പറിന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. കാര്യങ്ങൾ അറിഞ്ഞപ്പോൾ അയാൾ ഞെട്ടിപ്പോയി. തന്റെ മകളുടെ പ്രേതത്തെ നേരിൽ കാണുവാൻ അന്ന് തന്നെ ബ്ലേസ്ഡൽ വീട്ടിലേക്ക് താൻ വരാമെന്ന് അയാൾ പറഞ്ഞു. അന്ന് തന്നെ അവർ നെല്ലിയുടെ ഭർത്താവായ ജോർജ് ബള്ളറേയും കണ്ടു. എന്നിട്ട് അയാളുടെ ഭാര്യയുടെ പ്രേതത്തെ നേരിൽ വന്ന് കാണുവാനായിട്ട് ആവശ്യപ്പെട്ടു. നെല്ലി ബള്ളറുടെ പ്രേതത്തെ ഇവർ നേരിൽ കണ്ടതിന് തൊട്ടു പിന്നാലെ അതേക്കുറിച്ച് ഇവർ പറഞ്ഞ കാര്യങ്ങൾ ഇന്നും നിലവിലുണ്ട്. ഇരുവരും രേഖാമൂലം ഒരു സാക്ഷ്യപത്രം ഒപ്പിട്ട് നൽകിയിട്ടുണ്ട്. മുൻപ് ഏതോ ഒരു കഥയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അക്കാലത്ത് ഒരാൾ സ്വന്തം ഒപ്പിട്ടൊരു സാക്ഷ്യപത്രം നൽകിയാൽ അത് വലിയൊരു തെളിവാണ്, കോടതി പോലും അംഗീകരിക്കുന്ന ഒന്നാണ്. എന്ന് വെച്ചാൽ ഇന്നുള്ള പോലെയല്ല, വാക്കിന് വിലയുള്ള കാലമാണ്. നെല്ലി ബള്ളറുടെ പിതാവായ ഡേവിഡ് ഹൂപ്പറിന്റെ സാക്ഷ്യപത്രത്തിലുള്ളത് ഇങ്ങനെയാണ്: എന്റെ മകളുടെ പ്രേതം പറഞ്ഞയച്ചു എന്ന് പറഞ്ഞ് എന്റെ വീട്ടിലേക്ക് വന്ന 2 പേരുടെ ആവശ്യപ്രകാരം ഞാൻ അബ്നർ ബ്ലേസ്ഡലിന്റെ വീട്ടിലേക്ക് പോയി. തുടക്കത്തിൽ ഞാനിത് അവിശ്വസിച്ചു, കാരണം അവൾ എന്റെ മകളാണ്. എന്റെ അടുത്തേക്ക് വരുന്നതിന് പകരം യാതൊരു ബന്ധവുമില്ലാത്ത ഇവരുടെ വീട്ടിലേക്ക് എന്തിനാണ് എന്റെ മകൾ പോയത്? കൂടാതെ അവരുടെ വീട്ടിൽ വന്ന് തന്നെ കാണുവാനായിട്ട് നെല്ലി തന്നോട് ആവശ്യപ്പെട്ടത് എന്തിനായിരിക്കും? എന്നാൽ അബ്നർ നെല്ലിയുടെ മനസ്സിലെ ആവശ്യം പറഞ്ഞപ്പോൾ എനിക്കതിന്റെ കാരണം മനസ്സിലായി. മാത്രവുമല്ല, അവരുടെ വിവരണത്തിൽ നിന്നും അതെന്റെ മകളുടെ ആത്മാവാണെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു. അന്ന് ഞാൻ ആ നിലവറയിൽ വെച്ച് എന്റെ മകളുടെ രൂപത്തെ നേരിൽ കാണുകയും അവളുമായിട്ട് സംസാരിക്കുകയും ചെയ്തു. ഇതാണ് ഡേവിഡ് ഹൂപ്പറിന്റെ സാക്ഷ്യപത്രം. ഡേവിഡ് ഹൂപ്പർ മകളുടെ ആത്മാവുമായിട്ട് സംസാരിച്ചതിന് തൊട്ടു പിന്നാലെ ജോർജ് ബള്ളറും അവിടെ എത്തി. തന്റെ ഭാര്യയുടെ പ്രേതത്തെ നേരിൽ കാണുവാനായിട്ട് അയാൾ നിലവറയിൽ പ്രവേശിച്ചു. ജോർജ് ബട്ട്ലറുടെ സാക്ഷ്യം ഇനി പറയുന്നതാണ്: ഞാൻ ചോദിച്ചു,
നിങ്ങൾ ആരാണ്? ഞാൻ ഒരിക്കൽ നിങ്ങളുടെ ഭാര്യയായിരുന്നു. അത് ഉത്തരം നൽകി. നിലവറയിലെ ആ ശബ്ദം എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞു. അതാവട്ടെ എനിക്കും നെല്ലിക്കും മാത്രം അറിയാവുന്നതായിരുന്നു. അവൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങൾക്കിടയിൽ നടന്ന സംഭാഷണങ്ങൾ. അത് എന്താണെന്ന് എനിക്കും അവൾക്കുമല്ലാതെ മൂന്നാമതൊരു വ്യക്തിക്ക് അറിയില്ല. നെല്ലിയുടെ ആത്മാവിനല്ലാതെ മറ്റാർക്കും അത് പറയുവാനായിട്ട് കഴിയില്ല എന്ന കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പുമുണ്ട്. നിലവറയിൽ എൻ്റെ തൊട്ടു മുൻപിലായിട്ട് നെല്ലിയുടെ രൂപം പ്രത്യക്ഷപ്പെട്ടു. അവളെ സംസ്കരിക്കുന്ന സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രമാണ് അവൾ അപ്പോൾ ധരിച്ചിരുന്നത്. നെല്ലിയുടെ വസ്ത്രത്തിൻ്റെ അടിയിൽ മടക്കി വെച്ച കയ്യിൽ ഒരു കൈക്കുഞ്ഞു കൂടിയുണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ അതിനെ തൊടുവാനായിട്ട് ഇടത് കൈ നീട്ടി. പക്ഷേ എൻ്റെ കൈ ആ രൂപത്തിൻ്റെ ഉള്ളിലൂടെ കടന്നുപോയി. പക്ഷെ ഒന്നിനെയും തൊട്ടതായിട്ട് എനിക്ക് തോന്നിയില്ല. അന്ന് വൈകുന്നേരം ആ രൂപം എൻ്റെ മുൻപിൽ 3 തവണ പ്രത്യക്ഷപ്പെടുകയും അതുപോലെ അപ്രത്യക്ഷമാവുകയും ചെയ്തു. ജോർജ് ബട്ട്ലറിൻ്റെ ഒപ്പം അയാളുടെ കൂട്ടുകാരനായ ഫ്രെഡറിക് ഹൗസോഫും അവിടെ വന്നിരുന്നു. ഫ്രെഡറിക്കും ഒരു സാക്ഷ്യപത്രം ഇതേക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അയാൾ പറഞ്ഞത് ഇങ്ങനെയാണ്: നെല്ലിയുടെ പ്രേതരൂപത്തിന് നേരെ ജോർജ് കൈ നീട്ടിയപ്പോൾ ആ ശരീരത്തിലൂടെ അയാളുടെ കൈ കടന്നു പോകുന്നത് താൻ നേരിൽ കണ്ടതാണ്. ഇതാണ് അയാൾക്ക് പറയുവാനുള്ളത്. ഡേവിഡ് ഹൂപ്പർ ബ്ലേസ്ഡൽ വീട്ടിൽ വെച്ച് തനിക്കുണ്ടായ അനുഭവവും മകളുടെ പ്രേതത്തെ നേരിൽ കണ്ടതും നേരിട്ട് പോയിട്ട് മോസസ് ബട്ട്ലറെ അറിയിച്ചു. ഒടുവിൽ അയാളും അത് വിശ്വസിച്ചു. നെല്ലി ബട്ട്ലറിന്റെ പ്രേതം ബ്ലേസ്ഡൽ വീടിന്റെ നിലവറയിലുണ്ട്. ജോർജ് ബട്ട്ലറുമായിട്ട് ലിഡിയയുടെ വിവാഹം നടത്തണമെന്നാണ് അവൾ പറയുന്നത്. അവസാനം ഒരു കനത്ത നെടുവീർപ്പിന്റെ അകമ്പടിയോടെ മോസസ് അതിന് സമ്മതം മൂളി. 2 പിതാക്കന്മാരും ഇപ്പോൾ മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ആ വിവാഹം നടത്താമെന്ന് തീരുമാനിച്ചു. അങ്ങനെ വിവാഹ തീയതി നിശ്ചയിക്കപ്പെട്ടു. 1800 മെയ് 29 ബട്ട്ലേഴ്സ് പോയിന്റിൽ വെച്ച് അവരുടെ വിവാഹം നടത്തുവാനായിട്ട് തീരുമാനിച്ചു. ഈ വിവാഹ വാർത്ത പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ അതിനോട് വിയോജിപ്പുള്ള നിരവധി ശബ്ദങ്ങൾ ഉയരുവാൻ തുടങ്ങി. ജോർജ് ബട്ട്ലറെ വിവാഹം കഴിക്കുവാനായിട്ട് ലിഡിയ മനഃപൂർവ്വം തയ്യാറാക്കിയ ഒരു ഡ്രാമയാണിത്. ഇതൊരു ചതിയാണെന്ന് വിശ്വസിക്കുന്ന ധാരാളം പേർ പട്ടണത്തിലുണ്ടായിരുന്നു. പലരും പ്രേതവുമായിട്ട് കുടുംബക്കാർ നടത്തിയ സംഭാഷണം ഒരു നാടകമാണെന്ന് ഉറച്ചു വിശ്വസിച്ചു. ഇതിൽ സംശയം തോന്നിയ നെല്ലിയുടെ സഹോദരി സാലി വെന്റ്വർത്ത് ഭർത്താവ് മോസസ് വെന്റ്വർത്തിനെയും കൂട്ടി ഒരു ദിവസം നേരെ ബ്ലേസ്ഡൽ വീട്ടിലേക്ക് വരികയാണ്. അന്നൊരു ജനുവരി 3 ആയിരുന്നു. അവരുടെ മുൻപിലും അന്ന് പ്രേതം പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് ഇതേക്കുറിച്ച് സാലി കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: നിലവറയിൽ നിന്നും മുട്ടുന്ന ശബ്ദമാണ് ഞങ്ങൾ ആദ്യം കേട്ടത്. ലിഡിയ ആണ് പ്രേതത്തോട് ആദ്യം സംസാരിച്ചത്. അതിന് മറുപടിയായിട്ടൊരു ശബ്ദം ഞങ്ങൾ കേട്ടു. അതെൻ്റെ സഹോദരിയുടെ ശബ്ദമാണെന്ന് ഞെട്ടലോടെ ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ നെല്ലിയുടെ സുതാര്യമായിട്ടുള്ള രൂപം ഒന്ന് കെട്ടിപ്പിടിക്കുവാനായിട്ട് കഴിയുന്നത്ര അകലത്തിൽ എൻ്റെ മുൻപിലായിട്ട് പ്രത്യക്ഷപ്പെട്ടു. എൻ്റെ മുഖവും അവളുടെ മുഖവും അടുത്തടുത്ത് വന്നു. എന്നാൽ അവൾ ശ്വസിക്കുന്നതായിട്ട് തോന്നിയില്ല. അതൊരു മനുഷ്യനായിരുന്നുവെങ്കിൽ അതിൻ്റെ ശ്വാസം എൻ്റെ മുഖത്തടിക്കുമായിരുന്നു. എന്നാൽ അതുണ്ടായില്ല. ഞാൻ നിലവറയിലെ മറ്റൊരു മുറിയിലേക്ക് നടന്നു. അപ്പോൾ അവിടെ നിന്നും ആരോ സംസാരിക്കുന്ന ശബ്ദം വളരെ വ്യക്തമായിട്ട് കേട്ടു. ഞാൻ അതിശയിച്ചു പോയി. ഇതായിരുന്നു ഞാനപ്പോൾ കേട്ട വാക്കുകൾ. ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരുവന്റെ ശബ്ദമാണ്. ആ നിമിഷം ഞാൻ തിരിച്ചറിഞ്ഞു, മറ്റുള്ളവർ പറയും പോലെ അത് ലിഡിയയുടെ ശബ്ദമല്ല, മറിച്ച് എൻ്റെ സഹോദരിയുടെ ആത്മാവാണ് സംസാരിക്കുന്നത്. ആരോഗ്യമുണ്ടായിരുന്നപ്പോൾ ഉള്ളതുപോലെ ആയിരുന്നില്ല അവളുടെ ശബ്ദം, മറിച്ച് മരണക്കിടക്കിൽ കിടക്കുമ്പോഴുള്ളതുപോലെ ആയിരുന്നു. ഇതോടെ സാലിക്കും ഭർത്താവിനും നെല്ലിയുടെ പ്രേതം ഒരു യാഥാർത്ഥ്യമാണെന്ന് വിശ്വാസമായി. അന്ന് തന്നെ ബ്ലേസ്ഡൽ ഫാമിലിയിലെ ഒരാളുടെ അഭ്യർത്ഥന പ്രകാരം അവരുടെ കുടുംബ സുഹൃത്തായിട്ടുള്ള ക്യാപ്റ്റൻ പോൾ സിംസൺ ഈ നിലവറ സന്ദർശിച്ചു. അയാളും പ്രേതത്തെ നേരിൽ കണ്ടു. അവരന്ന് ചെയ്തത് ഇങ്ങനെയാണ്: അവരാദ്യം നിലവറയിലേക്ക് ഇറങ്ങി മങ്ങിയ മെഴുകുതിരികൾ അവർക്ക് വെളിച്ചം കാണിച്ചു. അതിനുശേഷം മുട്ടൽ ശബ്ദത്തിന് വേണ്ടിയിട്ട് കാത്തിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ നെല്ലി ഭിത്തിയിൽ മുട്ടുവാൻ തുടങ്ങി. അവൾ വരുന്നതിൻ്റെ ആദ്യ സൂചനയാണ് ഈ മുട്ടൽ ശബ്ദം. പോൾ അവളോട് സംസാരിച്ചു. അപ്പോൾ സാലിയോട് സംസാരിച്ച അതേ വാക്കുകളാണ് മറുപടിയായിട്ട് കിട്ടിയത്. ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന ഒരുവന്റെ ശബ്ദമാണ്. കർത്താവിൻ്റെ വഴി ഒരുക്കുവിൻ, അവൻ്റെ പാതകൾ നേരെയാക്കുവിൻ, കർത്താവിനെ അന്വേഷിക്കുവിൻ, അവൻ അരികിലുള്ളപ്പോൾ അവനെ വിളിക്കുവിൻ. ഇതോടെ അവർക്കും വിശ്വാസമായി. ചുരുക്കത്തിൽ അവിശ്വാസികളെ വിശ്വസിപ്പിക്കുവാനായിട്ട് ഈ പ്രേതത്തിന് ഒരു പ്രത്യേക താല്പര്യമുണ്ടെന്ന് തോന്നുന്നു. 1800-കളിൽ സള്ളിവൻ പട്ടണത്തിലെ ജനങ്ങളിൽ ബഹുഭൂരിപക്ഷവും അന്ധവിശ്വാസികളാണ്. പ്രേതമെന്ന് പേപ്പറിൽ എഴുതി കാണിച്ചാൽ മതി, എന്നെപ്പോലെ വാലും ചുരുട്ടി അവരും ഓടും. അങ്ങനെയുള്ളൊരു ജനസമൂഹത്തിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായാൽ എന്തായിരിക്കും അവസ്ഥ? എല്ലാവരും ഒന്നുപോലെ ഭയക്കും. എന്നാൽ ഇവിടെ സംഭവിച്ചത് നേരെ മറിച്ചാണ്. നെല്ലിക്ക് ഈ ജനങ്ങളെ പേടിപ്പിക്കണമെന്ന് യാതൊരു ഉദ്ദേശവുമില്ലായിരുന്നു. സംശയാലുക്കൾ അവളെ പരീക്ഷിക്കുവാനായിട്ട് പേടിച്ചു വിറച്ച ആ നിലവറയിലേക്ക് വരും. എന്നാൽ അവളുമായിട്ട് നടത്തുന്ന ഒരു ചെറിയ സംഭാഷണത്തിന് ശേഷം അവരുടെ ഭയം പൂർണ്ണമായിട്ടും ഇല്ലാതാവും. ഇതാണ് അന്ന് അവിടെ സംഭവിച്ചത്. തന്നെ കാണുവാനായിട്ട് വരുന്നവരോട് തുടക്കത്തിലെ നെല്ലി ഭയപ്പെടരുത് എന്ന് പറയും. അതോടെ അവരുടെ പകുതി പേടി പോവും. പിന്നെ സരസമായിട്ടുള്ള സംസാരത്തിലൂടെ അവരെ അവളെ ആകർഷിക്കും. ഒടുവിൽ നെല്ലിയുടെ പ്രേതം സത്യമാണെന്നും രസികത്തിയായിട്ടുള്ള ആത്മാവിനെ പേടിക്കേണ്ട കാര്യമില്ലെന്നും പറഞ്ഞുകൊണ്ട് അവർ യാത്രയാവും. വൈകാതെ ഈ പ്രേതകഥ സള്ളിവൻ പട്ടണത്തിൽ നിന്നും പുറത്തേക്ക് വ്യാപിച്ചു. സമീപ പട്ടണങ്ങളിൽ ഈ കഥയൊരു കാട്ടുതീ പോലെ പ്രചരിച്ചു.
ഹാൻകോക്ക് കൗണ്ടിക്ക് ചുറ്റുമുള്ള അനേകം ടൗൺഷിപ്പുകളിൽ നിന്നും നിരവധി ആളുകൾ നെല്ലിയുടെ പ്രേതത്തെ കാണുവാനായിട്ട് ബ്ലേസ്ഡൽ ഫാമിലെ നിലവറയിലേക്ക് ഒഴുകിയെത്തി. ഇത്തരം സന്ദർശകരുമായിട്ട് നെല്ലിയുടെ പ്രേതം എല്ലാത്തരം വിഷയങ്ങളെക്കുറിച്ചും സംസാരിച്ചു. ചില ദിവസങ്ങളിൽ മഞ്ഞ് പോലെ സുതാര്യമായിട്ടുള്ള ആ രൂപം 2-3 മണിക്കൂർ വരെ അവരോട് സംസാരിച്ചു. ഇതേക്കുറിച്ച് നിരവധി അഭിപ്രായങ്ങൾ പലർക്കും പറയുവാനുണ്ടായിരുന്നു. ചിലർ ഇതൊരു ഡീമൺ ആണെന്ന് വിശ്വസിച്ചു. വേറെ ചിലരാവട്ടെ ഇത് ലിഡിയ ചെയ്യുന്ന ഒരു തട്ടിപ്പാണെന്ന് സംശയിച്ചു. പക്ഷേ ലിഡിയ ഇക്കാര്യത്തിൽ നിരപരാധിയാണെന്ന് വേണം കരുതുവാനായിട്ട്. കാരണം ഈ സമയമായപ്പോഴേക്കും അവളുടെ താല്പര്യങ്ങൾ പൂർണ്ണമായിട്ടും മാറിയിരുന്നു. അതവൾ തന്റെ സുഹൃത്തുക്കളോട് പറയുകയും ചെയ്തു. ബ്ലേസ്ഡൽ ഫാമിലിക്ക് യോർക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് നിരവധി ബന്ധുക്കളുണ്ട്. ജോർജുമായിട്ടുള്ള വിവാഹം നടക്കാതിരിക്കുവാനായിട്ട് അവിടേക്ക് ഒളിച്ചോടുവാനായിട്ട് അവൾ തീരുമാനിച്ചു. ടോണ്ടൻ ബേയിൽ നങ്കൂരമിട്ടൊരു കപ്പലിൽ കയറി യോർക്കിലുള്ള ബന്ധുക്കളുടെ വീട്ടിലേക്ക് പോകുവാനായിട്ട് അവൾ തീരുമാനിച്ചു. അവൾ അതിനു വേണ്ട പദ്ധതിയും തയ്യാറാക്കി. എന്നാൽ അതിനു മുൻപായിട്ട് തനിക്ക് വിവാഹത്തോട് താല്പര്യമില്ല എന്ന് അവൾ ജോർജിനോട് പറഞ്ഞു. പക്ഷേ ജോർജ് അതിനെ എതിർത്തു. ചെറുപ്പക്കാരിയായ ലിഡിയയുമായുള്ള വിവാഹം അയാൾ വളരെയേറെ ആഗ്രഹിച്ചു. ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ നെല്ലിയുടെ പ്രേതം നിരവധി സാക്ഷികൾക്ക് മുൻപിൽ വെച്ച് ലിഡിയയോട് വീണ്ടും സംസാരിച്ചു. അവൾ പറഞ്ഞത് ഇങ്ങനെയാണ്: ജോർജിനെ നീ നിശ്ചയമായിട്ടും വിവാഹം ചെയ്യണം. മറിച്ച് എന്റെ വാക്ക് ധിക്കരിച്ച് നീ കപ്പൽ കയറിയാൽ ജീവിതകാലം മുഴുവനും ദുരിതം അനുഭവിക്കേണ്ടി വരും. പ്രേതം വളരെ കർക്കശമായിട്ടാണ് ഇത് പറഞ്ഞത്. അതോടെ ലിഡിയ മനസ്സില്ലാ മനസ്സോടെ തന്റെ തീരുമാനം മാറ്റി. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം ഇത് അവൾ ചെയ്ത ഒരു തട്ടിപ്പല്ല എന്ന്. അല്ലെങ്കിലും ഒരു 15 വയസ്സുകാരിക്ക് ഒരു നാടിനെ മുഴുവനും സമർത്ഥമായിട്ട് പറ്റിക്കുവാനായിട്ട് കഴിയില്ല. അതാണ് യാഥാർത്ഥ്യവും. എന്തായാലും നെല്ലിയുടെ ആത്മാവ് ആഗ്രഹിച്ചതുപോലെ ലിഡിയയും ജോർജും മെയ് 29 വിവാഹിതരായി. തന്റെ ആഗ്രഹം നിറവേറിയതുകൊണ്ട് നെല്ലിയുടെ പ്രേതം അപ്രത്യക്ഷമാകുമെന്നാണ് പലരും വിചാരിച്ചത്. എന്നാൽ സംഭവിച്ചത് മറിച്ചായിരുന്നു. ഇരുവരും വിവാഹിതരായതിന്റെ പിറ്റേ ദിവസം പ്രേതം വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഇത്തവണ നെല്ലിയുടെ പ്രേതം വന്നത് ഒരു പ്രവചനവും കൊണ്ടാണ്. ലിഡിയ ഈ ലോകത്ത് അധിക നാൾ ജീവനോടെ ഇരിക്കില്ല. അവൾ ഗർഭിണിയാകും. എന്നാൽ കുട്ടിയെ പ്രസവിക്കും മുൻപ് അകാല ചരമമടയും. ഇതായിരുന്നു നെല്ലിയുടെ പ്രവചനം. ഇത് കേട്ടതും ബ്ലേസ്ഡൽ ഫാമിലി ഞെട്ടിപ്പോയി. അവരുടെ വീട്ടിലാകെ വലിയൊരു വിഷാദം വ്യാപിച്ചു. അതിനുശേഷം 63 ദിവസത്തേക്ക് ആ പ്രേതം പ്രത്യക്ഷപ്പെട്ടില്ല. എന്നാൽ 1800 ഓഗസ്റ്റ് മാസത്തിൽ നെല്ലി വീണ്ടും വന്നു. ആ മാസം ഏറ്റവും കുറഞ്ഞത് 29 അവസരങ്ങളിലായിട്ട് 100-ലധികം ആളുകൾ നെല്ലിയെ നേരിൽ കണ്ടു. തന്നെ കാണുവാനായിട്ട് ആഗ്രഹിക്കുന്നവരോട് നിലവറയിലേക്ക് വരുവാനാണ് അവൾ ആവശ്യപ്പെട്ടത്. അബ്നർ ബ്ലേസ്ഡൽ മെഴുകുതിരി വെളിച്ചത്തിൽ അവരെ നിലവറയിലെത്തിക്കും. അയാൾ മെഴുകുതിരി ഊതിക്കെടുത്തുമ്പോൾ ആ നിലവറ ഇരുട്ടിലാവും. തൊട്ടു പിന്നാലെ നിലവറയിലാകെ ഒരു മുട്ടൽ ശബ്ദമുയരും. അതാണ് പ്രേതം വരുന്ന സൂചന. അത് കഴിഞ്ഞ് നെല്ലിയുടെ രൂപം അവിടെ പ്രത്യക്ഷപ്പെടും. ഇത്തരം അവസരങ്ങളിൽ നിലവറയിലുള്ള എല്ലാവർക്കും അവളെ കാണുവാനായിട്ട് കഴിയുമായിരുന്നില്ല. അവൾ തിരഞ്ഞെടുത്ത ചുരുക്കം ചിലർക്ക് മാത്രമായിരിക്കും നെല്ലിയെ കാണുവാനായിട്ട് കഴിയൂ. മറ്റുള്ളവർ കാണില്ല. ചിലർ ഒരു സ്ത്രീയുടെ മുഴുവൻ രൂപവും കണ്ടു. മറ്റു ചിലരാവട്ടെ ദൂരെയായിട്ട് 2 കാലടികൾ മാത്രമാണ് കണ്ടത്. നെല്ലി എല്ലായ്പ്പോഴും തിളങ്ങുന്ന വെളുത്ത വസ്ത്രമാണ് ധരിച്ചത്. ആ രൂപത്തിന് ചുറ്റുമായിട്ട് ഒരു പ്രകാശ വലയമുണ്ടായിരുന്നു. ചില സമയങ്ങളിൽ അവൾ ഒരു തൊപ്പി ധരിച്ചിരുന്നു. ചിലപ്പോൾ തന്റെ മരിച്ച കുഞ്ഞിന്റെ ശരീരം കൈകളിൽ കിടത്തി തൊട്ടിലിൽ ആട്ടും പോലെ കാണപ്പെട്ടു. മേരി ഗോർഡൻ എന്ന സ്ത്രീ താൻ കണ്ട കാഴ്ച പറഞ്ഞത് ഇങ്ങനെയാണ്: അവരുടെ സാക്ഷ്യപത്രവും നിലവിലുണ്ട്. അവളെ ആദ്യം ഞാൻ കണ്ടത് ഒരു പ്രകാശമായിട്ടാണ്. തുടർന്ന് ആ പ്രകാശം ഒരു ചെറിയ രൂപമായിട്ട് മാറി. പിന്നെ അത് വളരുവാനായിട്ട് തുടങ്ങി. ഒടുവിൽ എന്നെക്കാളും ഉയരത്തിൽ ആ രൂപം വളർന്നു. അവൾ എൻ്റെ അടുത്തുകൂടി നിശബ്ദമായിട്ട് കടന്നുപോയി. അതൊരു യഥാർത്ഥ മനുഷ്യനാണെങ്കിൽ വസ്ത്രം മുലയുന്നതിൻ്റെയോ അതുപോലെ മറ്റെന്തെങ്കിലും ശബ്ദമോ ഞാൻ കേൾക്കുമായിരുന്നു. അതുണ്ടായില്ല. അവളിൽ നിന്നും പുറപ്പെട്ട ശബ്ദമാവട്ടെ നിലവറയുടെ എല്ലാ ദിശയിൽ നിന്നും ഒന്നുപോലെ ഒഴുകി വരും പോലെയാണ് തോന്നിയത്. അവസാന പടിയായിട്ട് ജനങ്ങളുടെ സംശയം പൂർണ്ണമായിട്ടും മാറ്റുവാനായിട്ട് നെല്ലി ഒരു കാര്യം കൂടി നിർദ്ദേശിച്ചു. അതിൻ പ്രകാരം ഏകദേശം 14 പേർ നിലവറയിൽ ഒരുമിച്ച് പ്രവേശിച്ചു. അവരുടെ കൂടെ ലിഡിയയും ജോർജും ഉണ്ടായിരുന്നു. എല്ലാവരും നിലവറയിൽ എത്തിയതും പ്രേതം ലിഡിയയോട് ഇങ്ങനെ പറഞ്ഞു: ഇനി നീ മുകൾ നിലയിലേക്ക് പോകണം. അവിടെ പോയിട്ട് മറ്റുള്ളവരോടൊപ്പം ഇരിക്കണം. ആ സമയത്ത് ഞാൻ ഇവരോട് സംസാരിക്കും. അപ്പോഴിവർക്ക് മനസ്സിലാവും ഇതിനു പിന്നിൽ നീയല്ല എന്ന്. ലിഡിയ ഉടൻ തന്നെ മുകൾ നിലയിൽ പോയിട്ട് മറ്റുള്ളവരുടെ ഒപ്പം ഇരുന്നു. അതേ സമയത്ത് നെല്ലിയുടെ ആത്മാവ് നിലവറയിലുള്ളവരുമായിട്ട് നിരവധി വിഷയങ്ങളിൽ സംസാരിച്ചു. തൻ്റെ ജീവിതത്തിൽ മുൻപ് നടന്ന നിരവധി സംഭവങ്ങൾ അവൾ പറഞ്ഞു. അതിൽ പലതും ജോർജിന് മാത്രം അറിയാവുന്ന രഹസ്യങ്ങളായിരുന്നു. അതെല്ലാം ഓർമ്മിക്കുന്നുണ്ടോ എന്ന് അവൾ അയാളോട് ചോദിച്ചു. താനൊന്നും മറന്നിട്ടില്ല എന്ന് ജോർജും പറഞ്ഞു. ആ സമയത്ത് നെല്ലി മറ്റൊരു പ്രവചനം കൂടി നടത്തി. രോഗിയായിട്ട് മരണശയ്യയിൽ കിടക്കുന്ന അബ്നറിന്റെ പിതാവ് ഇപ്പോൾ മരിച്ചിരിക്കുന്നു. അദ്ദേഹം സ്വർഗത്തിൽ ദൂതന്മാരുടെ കൂടെ ദൈവത്തെ സ്തുതിക്കുന്നുണ്ട്. അതെനിക്ക് കാണാം. ഈ പ്രവചനം കിറുകൃത്യമായിരുന്നു. ഏതാനും ദിവസം മുൻപ് അബ്നറിന്റെ പിതാവ് മരിച്ചിരുന്നു. എന്നാൽ ഈ വിവരം ഇവിടെയുള്ള ആരും അറിഞ്ഞിരുന്നില്ല. കാരണം അദ്ദേഹം മരിച്ചത് ദൂരെ യോർക്കിലുള്ള വീട്ടിൽ വെച്ചാണ്.
നെല്ലി ഈ പ്രവചനം നടത്തിയതിനു ശേഷമാണ് മരണവാർത്ത അറിയിക്കുവാനായിട്ട് ആളുകൾ അവിടേക്ക് വന്നത്. ഈ സംഭവത്തോടെ വലിയൊരു ശതമാനം ആളുകളുടെ സംശയം മാറി. 1800 ഓഗസ്റ്റ് പകുതിയോടെ നെല്ലിയുമായിട്ട് സംസാരിക്കുവാനായിട്ട് നിരവധി ആളുകൾ നിലവറയിലേക്ക് വന്നു. അതോടൊപ്പം നെല്ലിയുടെ ആത്മാവ് ഒരു പിശാചാണെന്ന സംശയവും നഗരത്തിലുണ്ടായി. അത് തെറ്റാണെന്ന് തെളിയിക്കുവാനായിട്ട് അവൾ മതപരമായിട്ടുള്ള വിഷയങ്ങൾ സംസാരിക്കുവാൻ തുടങ്ങി. തൻ്റെ സാന്നിധ്യത്തിൽ അവർ സുരക്ഷിതരാണെന്നും തന്നെ ഭയപ്പെടേണ്ടതില്ലെന്നും കാഴ്ചക്കാരോട് ആവർത്തിച്ചു പറഞ്ഞു. ഈ സംഭവത്തിന് ദൃക്സാക്ഷിയായിരുന്നുവെങ്കിലും ക്യാപ്റ്റൻ പോൾ സിംസൺ അപ്പോഴും ഇതൊരു തട്ടിപ്പാണെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് നെല്ലിയെ പരീക്ഷിക്കുവാനായിട്ട് അയാൾ നീ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴവൾ അതെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് മറുപടി നൽകി. എന്നിട്ട് ഉച്ചത്തിൽ ഹല്ലേലൂയ പാടുവാൻ തുടങ്ങി. പോൾ സിംസന്റെ ഭാര്യയായ സാറാ സിംസൺ അവളോട് ഇങ്ങനെ ചോദിച്ചു, നീ നരകത്തിൽ നിന്നുമാണോ സ്വർഗത്തിൽ നിന്നുമാണോ വരുന്നത്? നെല്ലി അവളോട് ഞാൻ സ്വർഗത്തിൽ നിന്നുമാണ് വരുന്നത്. തുടർന്ന് കൂടുതൽ ഉച്ചത്തിൽ ഹല്ലേലൂയ പാടി. അതുപോലെ മറ്റൊരു സംശയാലുവായിരുന്നു തോമസ് യൂറാൻ എന്ന വ്യക്തി. ഈ ആത്മാവ് ഒരു പിശാചാണെന്ന് അയാൾ പലരോടും പറഞ്ഞിരുന്നു. അയാളോട് നിലവറയിൽ വെച്ച് നെല്ലി ഇങ്ങനെ പറഞ്ഞു, ഞാനൊരു പിശാചോ അല്ലെങ്കിൽ മന്ത്രവാദിയോ ആണെന്ന് നീ പലരോടും പറഞ്ഞുവെന്ന് എനിക്കറിയാം. ഇനി മുതൽ ആ തെറ്റിദ്ധാരണ വേണ്ട, ഞാൻ സ്വർഗത്തിൽ നിന്നുമാണ് വരുന്നത്. എങ്കിലും പോൾ സിംസന്റെ സംശയം അപ്പോഴും മാറിയിരുന്നില്ല. സ്വന്തം വീട്ടിലെത്തിയിട്ട് അല്പസമയം കഴിഞ്ഞപ്പോൾ ആളുകളെല്ലാം അബ്നേറിന്റെ വീട്ടിൽ നിന്നും പിരിഞ്ഞു എന്ന് കണ്ടപ്പോൾ നെല്ലിയെ ഒന്നുകൂടി പരീക്ഷിക്കുവാനായിട്ട് അയാൾ തീരുമാനിച്ചു. അതിനുവേണ്ടി വീണ്ടും അയാൾ അബ്നേറിന്റെ വീട്ടിലേക്ക് നടന്നു. ഒരു മെഴുകുതിരിയും കത്തിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അയാൾ ആ നിലവറയിലേക്ക് പ്രവേശിച്ചു. പിന്നീട് അയാൾ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് അകത്തേക്ക് കടന്നത്. അബ്നേർ ആ സമയത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതേസമയം അയാളുടെ കുടുംബത്തിലുള്ള എല്ലാവരും മുകൾ നിലയിലായിരുന്നു. എല്ലാം നിരീക്ഷിച്ച ശേഷം അവസാനമായിട്ട് ആരും എൻ്റെ പിന്നാലെ വരാതിരിക്കുവാനായിട്ട് ആ നിലവറയിലേക്ക് കടന്നതും ഞാനതിൻ്റെ വാതിലടച്ചു. എന്നിട്ട് അതിൻ്റെ ഉൾവശം വിശദമായിട്ട് പരിശോധിച്ചു. നിലവറയിൽ ആരും ഒളിച്ചിരിപ്പില്ല എന്ന് ഉറപ്പിച്ചു. വൈകാതെ പ്രേതം വരുന്നതിൻ്റെ സൂചനയായ മുട്ടൽ ശബ്ദം കേട്ടു. തൊട്ടു പിന്നാലെ പ്രേതം ഞങ്ങളോട് സംസാരിക്കുവാനായിട്ട് തുടങ്ങി. അപ്പോൾ അബ്നർ എന്നോട് വീണ്ടും ഇങ്ങനെ പറഞ്ഞു, ഇത് ഞാൻ ചെയ്യുന്ന തട്ടിപ്പാണെന്നും ജീവനുള്ള ആരെങ്കിലും ഇവിടെ ഒളിച്ചിരിപ്പുണ്ടെന്നും നിങ്ങൾ ഇനിയും കരുതുന്നുണ്ടെങ്കിൽ മുൻപോട്ട് പോയിട്ട് വീണ്ടും പരിശോധിക്കാം. അത് കേട്ടതും ഞാൻ ഏതാനും ചുവടുകൾ മുൻപോട്ട് വെച്ചു. ആരും അവിടെ എങ്ങും ഒളിച്ചിരിപ്പില്ല എന്ന് ബോധ്യപ്പെട്ടു. അതിനെ തുടർന്ന് നെല്ലിയുടെ രൂപത്തെ ഞാൻ നേരിൽ കണ്ടു. അതിങ്ങനെയായിരുന്നു. ആദ്യം വെറും 2 അടി ഉയരത്തിൽ അല്പം ദൂരെയായിട്ട് അവ്യക്തമായിട്ട് എന്തോ ഒന്ന് കണ്ടു. പിന്നെ അത് എൻ്റെ നേർക്ക് അടുക്കുവാനായിട്ട് തുടങ്ങി. അടുക്കും തോറും അത് ഒരു വ്യക്തിയുടെ രൂപം കൈക്കൊണ്ടു. കൂടാതെ അതിൻ്റെ ഉയരവും വർദ്ധിച്ചു. ആ രൂപം എൻ്റെ അടുത്തുകൂടി 5 or 6 തവണ കടന്നുപോയി. ഇത് ഞാൻ വളരെ വ്യക്തമായിട്ട് കണ്ടതാണ്. അവസാനം അതൊരു കാൽപാദത്തിൻ്റെ ഉയരത്തിൽ ചെറുതായി, പിന്നീട് അപ്രത്യക്ഷമായി. അതോടെ എനിക്ക് നെല്ലിയുടെ പ്രേതം സത്യമാണെന്ന് മനസ്സിലായി. ഈ കഥയും നാട്ടിൽ പാട്ടായി. ഓഗസ്റ്റ് 13-ാം തീയതിയും 14-ാം തീയതിയും രാത്രിയിൽ 47 പേരാണ് നെല്ലിയുടെ രൂപം കണ്ടത്. അന്ന് നെല്ലി മറ്റൊരു തീരുമാനമെടുത്തു. തന്നെ ഇപ്പോഴും സംശയമുള്ളവർ ഗ്രാമത്തിലുണ്ട്. ഒറ്റയടിക്ക് അവരുടെ സംശയങ്ങളെല്ലാം തീർക്കണം. അതിനായിട്ട് 15-ാം തീയതി രാത്രി 1 മണിക്ക് ഗ്രാമത്തിലെ ഏറ്റവും വലിയ യുക്തിവാദികളിൽ ഒരാളായ ജോർജ് മില്ലറുടെ വീട്ടിലേക്ക് ഒരു ജാഥയായിട്ട് യാത്ര ചെയ്യുവാനായിട്ട് അവൾ ഈ 47 പേരോടും ആവശ്യപ്പെട്ടു. നാട്ടിലുള്ള സകലരും പ്രേതത്തിൽ വിശ്വസിച്ചെങ്കിലും യുക്തിവാദിയായിട്ടുള്ള ജെയിംസ് മില്ലർ മാത്രം ഇതൊരു തട്ടിപ്പാണെന്ന് അപ്പോഴും ഉറച്ചു വിശ്വസിച്ചിരുന്നു. എന്തുകൊണ്ടാണ് പ്രേതം അബ്നേറിന്റെ വീട്ടിലെ നിലവറയിൽ മാത്രം വരുന്നത്? എന്തുകൊണ്ടും മറ്റൊരിടത്തും പ്രത്യക്ഷപ്പെടുന്നില്ല? ആ പ്രേതം സത്യമാണെങ്കിൽ, അതിന് ധൈര്യമുണ്ടെങ്കിൽ എൻ്റെ വീടിൻ്റെ നിലവറയിൽ വരട്ടെ. അങ്ങനെ തുടങ്ങി നിരവധി ചോദ്യങ്ങളും വെല്ലുവിളികളും അയാൾ നടത്തിയിരുന്നു. ജെയിംസ് മില്ലറിന്റെ സംശയം തീർക്കണം. അതിനുവേണ്ടിയാണ് ഈ ജാഥ നടത്തുവാനായിട്ട് നെല്ലി തീരുമാനിച്ചത്. അവരുടെ യാത്ര അബ്നറിന്റെ വീട്ടിൽ നിന്നും പുറപ്പെട്ട് 2 മൈൽ പിന്നിടുമ്പോൾ 84-ാം സങ്കീർത്തനം ഉച്ചത്തിൽ ആലപിക്കണമെന്ന് നെല്ലി ആവശ്യപ്പെട്ടു. അപ്പോൾ അവരുടെ പിന്നിലായിട്ട് താൻ എല്ലാവരും കാണുന്നതും നടക്കുമെന്ന് അവൾ പറഞ്ഞു. എന്തായാലും പ്രേതത്തിന്റെ ആവശ്യപ്രകാരം ആ ജാഥ നടന്നു. പ്രേതത്തിന്റെ മാർച്ച് കാണുവാനായിട്ട് ജനങ്ങൾ വഴിവക്കിൽ ഒത്തുകൂടി. അന്ന് രാത്രിയിൽ നെല്ലി ഈ മാർച്ചിന് പിന്നാലെ നടക്കുന്നത് തങ്ങൾ കണ്ടുവെന്ന് നിരവധി ആളുകൾ പറഞ്ഞു. ഒടുവിൽ ഈ ജാഥ യുക്തിവാദി ജെയിംസ് മില്ലറുടെ വീട്ടിലെത്തി. അപ്പോൾ അബ്നേർ ജെയിംസ് മില്ലറോട് അയാളുടെ വീട്ടിലെ നിലവറയിലേക്ക് പോകുവാനും പ്രേതത്തെ നേരിൽ കണ്ട് ബോധ്യപ്പെടുവാനും ആവശ്യപ്പെട്ടു. അവസാനം മില്ലർ തന്റെ വീട്ടിലെ നിലവറയിൽ പ്രവേശിച്ചു. അപ്പോൾ നെല്ലി ബട്ട്ലറുടെ ശബ്ദം അയാൾക്ക് ചുറ്റുമായിട്ട് മുഴങ്ങി. പ്രേതം അയാളോട് ഇങ്ങനെ ചോദിച്ചു, അബ്നേറിന്റെ വീട്ടിലെ നിലവറയിൽ മാത്രമല്ല, നിന്റെ വീട്ടിലെ നിലവറയിലും എനിക്ക് വരുവാനായിട്ട് കഴിയുമെന്ന് ഇപ്പോൾ നിനക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ നിന്റെ സംശയം മാറിയോ? അതോടെ മില്ലറിന്റെ സൂക്കേട് മാറി. യുക്തിവാദി ഭക്തിവാദിയായി. അതിനുശേഷം നെല്ലി മറ്റുള്ളവരോട് എവിടെ നിന്നും പുറപ്പെട്ടോ അവിടേക്ക് തന്നെ തിരിച്ചു മാർച്ച് ചെയ്യുവാനായിട്ട് കൽപ്പിച്ചു. ഇത്തവണ ഏറ്റവും മുൻപിൽ ലിഡിയ നടക്കണമെന്നും അവളുടെ കൂടെ താനും നടക്കുമെന്ന് പറഞ്ഞു. ഇത്തവണയും വഴിയുടെ വശങ്ങളിൽ നിന്ന നിരവധി ആളുകൾ ലിഡിയയുടെ കൂടെ ഒരു രൂപം സഞ്ചരിക്കുന്നത് നേരിൽ കണ്ടു. അന്ന് നെല്ലി ജനങ്ങളോട് ഒരു കാര്യം കൂടി ആവശ്യപ്പെട്ടു.
മരണമടഞ്ഞ തന്റെ കുട്ടിയെ കുഴിച്ചെടുത്ത് തന്റെ ശവക്കുഴിയുടെ ഉള്ളിൽ വീണ്ടും അടക്കണം. ജഡ്ജ്മെന്റ് ഡേയുടെ അന്ന് തങ്ങൾക്ക് ഒരുമിച്ച് സ്വർഗത്തിലേക്ക് പോകണം. അതിനുവേണ്ടിയാണിത്. അടുത്ത ദിവസം തന്നെ ആ നവജാത ശിശുവിന്റെ ശരീരാവശിഷ്ടങ്ങൾ ജനങ്ങൾ കുഴിച്ചെടുത്ത് നെല്ലിയുടെ കല്ലറയിൽ നിക്ഷേപിച്ചു. ഈ ചടങ്ങ് കാണുവാനായിട്ട് വ്യത്യസ്ത പട്ടണങ്ങളിൽ നിന്നും 80-ലധികം ആളുകൾ ഒത്തുകൂടിയിരുന്നു. ഇതോടെ പ്രേതത്തിന്റെ സന്ദർശനം നിലയ്ക്കുമെന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷെ സംഭവിച്ചത് മറിച്ചായിരുന്നു. വിചിത്രമായിട്ടുള്ള സംഭവങ്ങൾ വീണ്ടും ഉണ്ടായി. നെല്ലിയുടെ നവജാത ശിശുവിനെ കല്ലറയിൽ വീണ്ടും മറവ് ചെയ്തതിനു ശേഷം ലിഡിയയും ജോർജും വിവാഹ ജീവിതത്തിൽ മുഴുകി. 1801 മാർച്ചിൽ ലിഡിയ ഗർഭിണിയായി. പക്ഷെ പ്രസവം അത്ര എളുപ്പമുള്ള ഒന്നായിരുന്നില്ല. നെല്ലിയുടെ പ്രേതം 10 മാസം മുൻപ് എന്താണോ പ്രവചിച്ചത് അതുപോലെ തന്നെ സംഭവിച്ചു. ശിശുവും ലിഡിയയും പ്രസവത്തെ തുടർന്ന് മരണമടഞ്ഞു. അവരെയും നെല്ലിക്കും കുട്ടിക്കും അടുത്തായിട്ട് സംസ്കരിച്ചു. ഇവരുടെ മരണശേഷം ജോർജ് ബട്ട്ലർ ലിഡിയയുടെ എല്ലാ സാധനങ്ങളും ഒരു വള്ളത്തിൽ അടുക്കി വെച്ചു. എന്നിട്ട് ആ വള്ളത്തിന് തീയും കൊടുത്ത് കടലിലേക്ക് ഒഴുക്കിവിട്ടു. നിർഭാഗ്യത്തിന് വേലിയേറ്റത്തിൽ അത് കരയിലേക്ക് തിരിച്ചു വന്നു. ജോർജിന്റെ ഈ പ്രവൃത്തി തന്റെ മകളെയും തങ്ങളെയും അപമാനിക്കുന്ന ഒന്നായിട്ട് ബ്ലേസ്ഡൽ ഫാമിലി വിചാരിച്ചു. ഈ പ്രവൃത്തിയോടെ മരണമടഞ്ഞ തന്റെ ഭാര്യയുടെ ഓർമ്മകളും അതോടൊപ്പം തങ്ങളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ജോർജ് അവസാനിപ്പിക്കുകയാണെന്ന് അവർക്ക് തോന്നി. എന്തായാലും ജോർജ് 3-ാം തവണയും വിവാഹം കഴിച്ചു. മേരി ഗൂഗിൻസ് എന്നായിരുന്നു ആ സ്ത്രീയുടെ പേര്. ആ ദമ്പതികൾക്ക് പിന്നീട് 4 മക്കളുണ്ടായി. അവസാനമായിട്ട് നെല്ലിയുടെ പ്രേതം പ്രത്യക്ഷപ്പെട്ടത് അബ്രഹാം കമ്മിങ്സ് എന്ന സുവിശേഷ പ്രഘോഷകന് മുൻപിലാണ്. 1800 ജനുവരിയിൽ അബ്നർ ഫാമിലിയുടെ നിലവറയിൽ വെച്ച് പ്രേതത്തിന്റെ ശബ്ദം മറ്റുള്ളവരെ പോലെ അദ്ദേഹവും കേട്ടിരുന്നു. പക്ഷെ മറ്റുള്ളവരെ പോലെ അതിനെ നേരിൽ കണ്ടിരുന്നില്ല. അതിന് കാരണം പിന്നീട് ഞെട്ടിക്കുന്ന സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് അയാൾ ഈ നാട്ടിലില്ലായിരുന്നു. അതുകൊണ്ട് ഇതൊരു തട്ടിപ്പാണെന്ന് അടിയുറച്ച് വിശ്വസിച്ച ആളുകളുടെ കൂട്ടത്തിലായിരുന്നു അബ്രഹാം. അധികം വൈകാതെ സള്ളിവണിലേക്ക് മടങ്ങിയെത്തിയ അദ്ദേഹം താൻ നാട്ടിലില്ലാത്തപ്പോൾ ഉണ്ടായ സംഭവങ്ങളെക്കുറിച്ച് അറിഞ്ഞു. പ്രേതത്തെ നേരിൽ കണ്ടവരുമായിട്ട് അയാൾ സംസാരിച്ചു. അവർ പറഞ്ഞ കാര്യങ്ങളെല്ലാം എഴുതിയെടുത്ത് സൂക്ഷിച്ചു വെച്ചു. എന്നാൽ അപ്പോഴും അദ്ദേഹം ഇതൊന്നും വിശ്വസിച്ചില്ല. ആളുകൾക്കുണ്ടായ മതിഭ്രമം അല്ലെങ്കിൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് ആരോ നടപ്പിലാക്കുന്ന തട്ടിപ്പ്, അത്രയുമാണ് അയാൾ ഇതിനെ കണ്ടത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം അബ്രഹാം കമ്മിങ്സിന്റെ അയൽവാസികളായ 2 പേർ ഓടി വന്ന് അയാളോട് ഇങ്ങനെ പറഞ്ഞു: അയാളുടെ വീടിന്റെ സമീപമുള്ള വയൽവരമ്പിൽ നെല്ലിയുടെ പ്രേതം നിൽപ്പുണ്ട്. തങ്ങളത് നേരിൽ കണ്ടു. അയാൾ വേഗം തന്നെ അതിനെ നേരിൽ കാണുവാനായിട്ട് പുറപ്പെട്ടു. പിന്നീട് തന്റെ അനുഭവം അബ്രഹാം പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ വീട്ടിൽ നിന്നും 60 മീറ്ററിലധികം ദൂരം ഞാൻ നടന്നു. അവിടെ നിന്നുകൊണ്ട് അല്പം അകലേക്ക് നോക്കിയപ്പോൾ ഒരു വെളുത്ത പാറ കണ്ടു. ആ പാറ പണ്ട് മുതലേ അവിടെയുണ്ട്. അത് കണ്ടായിരിക്കും അവർ തെറ്റിദ്ധരിച്ചത് എന്ന് ഞാൻ വിചാരിച്ചു. അതുകൊണ്ട് ഞാനത് കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ 3 മിനിറ്റിന് ശേഷം ഞാൻ വീണ്ടും അതേ ദിശയിലേക്ക് ഒരിക്കൽ കൂടി നോക്കി. ഇത്തവണ മറ്റൊരു കാഴ്ചയാണ് കണ്ടത്. ആ വെളുത്ത പാറയുടെ മുകളിലായിട്ട് എന്തോ ഒന്ന് അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുന്നു. ഏകദേശം 2 അടി വ്യാസം വരുന്ന ഗോളാകൃതിയിലുള്ള രൂപമായിരുന്നു അത്. അതിന് വെള്ള നിറമാണ്. അതോടൊപ്പം ഡമാസ്ക് റോസാ പുഷ്പത്തിന്റെ നിറവും ഉണ്ടായിരുന്നു. അതിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ഇമജിമാതെ ഞാൻ 4-5 ചുവടുകൾ മുൻപോട്ട് വെച്ചു. അതും ഞാനും തമ്മിൽ ഏകദേശം ഇപ്പോൾ 55 മീറ്ററിലധികം ദൂരമുണ്ട്. അടുത്ത നിമിഷം മിന്നൽ വേഗത്തിൽ അത് എൻ്റെ നേർക്ക് പാഞ്ഞു വന്നു. തൽക്ഷണം അതൊരു സ്ത്രീയുടെ രൂപം കൈക്കൊണ്ടു. നിങ്ങളുടെ സംശയങ്ങൾ തീർക്കുവാനും നിങ്ങളോടൊപ്പം അല്പസമയം ചെലവഴിക്കുവാനുമാണ് ഞാൻ വന്നത് എന്ന് അത് എന്നോട് പറഞ്ഞു. ഇതായിരുന്നു നെല്ലി ബട്ട്ലർ അവസാനമായിട്ട് പ്രത്യക്ഷപ്പെട്ട സംഭവം. അതിനുശേഷം ആ പ്രേതം അപ്രത്യക്ഷമായി. ഈ സംഭവത്തോടെ അബ്രഹാം കമ്മിങ്സിന്റെ സംശയവും മാറി. പിന്നീട് മറ്റുള്ളവരിൽ നിന്നും താൻ ശേഖരിച്ച വിവരവും തനിക്കുണ്ടായ അനുഭവം ഉൾപ്പെടുത്തി അയാൾ ഒരു ബുക്ക് പുറത്തിറക്കി. ഇത്രയുമാണ് നെല്ലി ബട്ട്ലർ ഹോണ്ടിങ് എന്ന വിശ്വപ്രസിദ്ധമായിട്ടുള്ള പ്രേതകഥ. നമുക്കിനി ഈ സംഭവത്തെ ഒന്ന് വിശദമായിട്ട് പരിശോധിക്കാം. അന്ന് അവിടെ എന്തോ ദുരൂഹമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഒന്നാമതായിട്ട് ഇതൊരു തട്ടിപ്പാണെന്ന് തെളിയിക്കുവാനായിട്ട് വലിയ പ്രയാസമാണ്. ബ്ലേസ്ഡൽ ഫാമിലിയുടെ നിലവറയിൽ മാത്രമാണ് പ്രേതം പ്രത്യക്ഷപ്പെട്ടത് എങ്കിൽ അവർ നടത്തിയൊരു തട്ടിപ്പാണെന്ന് നമുക്ക് വിചാരിക്കാം. എന്നാൽ അതുകൊണ്ട് അവർക്ക് എന്ത് നേട്ടമാണുള്ളത്? ഒന്നുമില്ല. കാരണം ജോർജുമായിട്ട് തൻ്റെ മകളുടെ വിവാഹം നടത്തുന്നത് ലിഡിയയുടെ പിതാവിന് ഇഷ്ടമല്ലായിരുന്നു. എങ്കിലും പ്രേതത്തിന്റെ ആജ്ഞ അനുസരിച്ച് അത് നടത്തുവാനാണ് അയാൾ മനസ്സില്ലാ മനസ്സോടെ തീരുമാനിച്ചത്. രാത്രിയിൽ മാത്രമല്ല പട്ടാപ്പകലിലും നെല്ലിയുടെ പ്രേതം പ്രത്യക്ഷപ്പെട്ടു. ബ്ലേസ്ഡൽ ഫാമിലിയുടെ നിലവറയിൽ മാത്രമല്ല, തുറന്ന വയലുകളിലും അതുപോലെ മറ്റ് 4 വീടുകളിലും അവർ കടന്നു വന്നു. നിരവധി ആളുകൾ നോക്കി നിൽക്കെ അവർക്ക് മുൻപിലൂടെ മാർച്ച് ചെയ്തു. പലരും അതിന് സാക്ഷികളാണ്. മാത്രവുമല്ല, തന്നെ സമീപിക്കുവാനും സ്പർശിക്കുവാനും സ്വയം പരിശോധിച്ച് സംശയം തീർക്കുവാനും ഈ പ്രേതമാണ് അവരോട് ആവശ്യപ്പെട്ടത്. പലരും അങ്ങനെ ചെയ്തു ബോധ്യപ്പെടുകയും ചെയ്തു. അതോടൊപ്പം നിലവറയിൽ പ്രത്യക്ഷപ്പെടുന്ന സമയത്ത് മറ്റൊരു കാര്യം കൂടി സംഭവിച്ചിരുന്നു. 20 പേർ നിലവറയിൽ ഉണ്ടെന്ന് കരുതുക. അവരിൽ 10 പേർ മാത്രമായിരിക്കും അവളെ കാണുന്നത്. ബാക്കി 10 പേർ കാണില്ല. ഒരേ സ്ഥലത്ത് ഒരേ സമയത്ത് 2 അനുഭവങ്ങൾ. ഇതെങ്ങനെ സംഭവിക്കും? അതുപോലെ 2 പ്രവചനങ്ങൾ ഈ പ്രേതം നടത്തിയിരുന്നു. അത് രണ്ടും കൃത്യമായിട്ട് നടക്കുകയും ചെയ്തു. ഒന്ന്, ദൂരദേശത്ത് വെച്ച് അബ്നേറിന്റെ പിതാവ് മരിച്ച കാര്യം. പ്രേതം ഇത് പറഞ്ഞതിന് ശേഷമാണ് മരണവാർത്തയും കൊണ്ട് ആളുകൾ അവിടേക്ക് വന്നത്. 2, ലിഡിയ മരിക്കുമെന്ന പ്രവചനം.
അതും കൃത്യമായിട്ട് നടന്നു. ഇത് ലിഡിയ നടത്തിയ തട്ടിപ്പാണെന്ന് വേണമെങ്കിൽ ആരോപിക്കാം. പക്ഷേ നെല്ലി ബട്ട്ലർ തന്റെ ജീവിതത്തിൽ നടന്ന നിരവധി കാര്യങ്ങൾ പലരോടും പറഞ്ഞിരുന്നു. ഒരു ബാലികയായ ലിഡിയ അത് മുഴുവനും അറിയുവാനായിട്ടും വഴിയില്ല. ജോർജുമായിട്ടുള്ള വിവാഹം നടക്കുവാൻ വേണ്ടിയാണ് അവൾ ഇത് ചെയ്തത് എങ്കിൽ അവിടെയും തെറ്റി. അവസാനമായപ്പോൾ ഈ ബന്ധം അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. ഇതിൽ നിന്നും രക്ഷപ്പെട്ട് ഒളിച്ചോടുവാൻ വരെ ലിഡിയ തീരുമാനിച്ചതാണ്. അതിൽ നിന്നും ഇതിന് പിന്നിൽ ലിഡിയ അല്ലെന്നുറപ്പാണ്. ശരിക്കും അന്ന് അവിടെ എന്തായിരിക്കും സംഭവിച്ചത്? നിങ്ങളുടെ നിഗമനങ്ങൾ കമന്റിൽ അറിയിക്കണം. ലൈക്കും ഹൈപ്പും കമന്റും സബ്സ്ക്രൈബും ചെയ്യുവാനായിട്ട് മറക്കരുത്. മറ്റൊരു കഥയും കൊണ്ട് ഉടൻ വരാം.